ശ്രീ മഹേഷ് പണിക്കർ, ആദ്യഘട്ടത്തിൽ എല്ലാവരും ഈ അന്വേഷണം ഇതെങ്ങനെ പോകുന്നു, ഈ സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് കുറ്റപത്രം വൈകിക്കുന്നതാണോ വൈകിപ്പിക്കുന്നതാണോ സംശയത്തിലെ പ്രതികരണങ്ങളാണ്. അങ്ങയ്ക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഇത് സത്യാവസ്ഥ തെളിയുമെന്ന പ്രതീക്ഷയാണോ ഇപ്പോൾ അങ്ങയ്ക്കുള്ളത്? അതോ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന നിലയ്ക്കാണോ ഇപ്പോൾ ഈ 3 പേർ ഇന്നൊരാൾ കൂടി പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റന്നാൾ പോറ്റിയും പുറത്തിറങ്ങാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ തോന്നുന്നത്? ഈ പോറ്റി ഇപ്പോൾ ബാക്കിയുള്ളവർ ഇറങ്ങിയ പോലെ അല്ല, ഈ പോറ്റി പുറത്തിറങ്ങിയാൽ അതൊരു ഗുരുതരമായ അപകടമാണ്. കാര്യം എന്താണെന്ന് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം എന്താണ്? ഈ പാളി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, ചെമ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, 2 ഈ പാളി മറ്റാർക്കെങ്കിലും മറിച്ച് വിറ്റിട്ടുണ്ടോ. ഈ പാളി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വാതിൽ ചെയ്യുമ്പോഴത്തേക്ക് വാതിലിൻ്റെ പാളികൾ ആദ്യം ഇറക്കുന്നു, പിന്നെ അളവെടുത്തുകൊണ്ട് പോകുന്നു, തടി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഫിറ്റ് ചെയ്ത് നോക്കുന്നു, പിന്നെ രണ്ടാമത് ചെമ്പ്, അതായത് ഹൈദരാബാദിലെ നാഗേഷ് എന്നും പറഞ്ഞൊരു ടീമിനെ കൊണ്ട് ചെമ്പിലുണ്ടാക്കി ആ നാഗേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ വന്നിട്ട് ആ ചെമ്പ് പാളി അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അവർ ആ വാതിൽ പാളികൾ അവിടെ നിന്ന് ഇളക്കുന്നത്. അപ്പം ആ ഒരു നാഗേഷിൻ്റെ അടുത്തോട്ടാണ് ഈ 39 ദിവസം നമ്മുടെ ധാരപാലക പാളികൾ ഇളക്കിയപ്പോഴത്തേക്ക് ആദ്യം അങ്ങോട്ടാണ് ചെല്ലുന്നത്. അപ്പം ആ രീതിയിലേക്ക് ഈ നാഗേഷ് എന്ന് പറഞ്ഞ ഹൈദരാബാദിലെ ചെമ്പ് പണിക്കാരൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിയിലുള്ള ചെമ്പ് പണിക്കാരനാണ് ഇതിനകത്തെ മെയിൻ കീ പിന്ന്. അപ്പം അയാളിലേക്ക് ഈ അന്വേഷണം പോയിട്ടില്ല. കാര്യം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുവാണെങ്കിൽ അയാൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ നാഗേഷ് എന്ന് പറഞ്ഞ ആ ഒരു വാതിലങ്ങ് അടയ്ക്കാനാണ്. അപ്പം അത് സൂക്ഷിക്കേണ്ടതാണ്, അതൊരു അപകടമാണ്. കാര്യം അങ്ങനെ മാത്രമേ ഈ പാളിയുടെ കേസ് അറിയാൻ പറ്റൂ. പാളി അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആ നാഗേഷ് എന്ന് പറഞ്ഞ ഹൈദരാബാദിലേക്ക് അന്വേഷണം വ്യാപിക്കണം. അതാണ് അതിനകത്തൊരു പ്രശ്നമുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഈ പൂജകൾ, വിശ്വാസികളെ പരമായിട്ട് ബന്ധപ്പെട്ട് ഈ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പൂജകളുടെ ആ കറക്റ്റ് ചെറിയ മൊഴിയെടുപ്പോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇപ്പം ജയറാമിൻ്റെയൊക്കെ കേസിലും അങ്ങനെ അന്വേഷിച്ച് മതിയാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവിടെ പൂജകൾ എവിടെയൊക്കെ പൂജകൾ നടന്നു, അതുപോലെ കൊച്ചുതന്ത്രി നടത്തിയിരുന്ന പൂജകൾ കുറേയിടത്ത് പൂജകൾ നടത്തിയിട്ടുണ്ട്. ആ ബാംഗ്ലൂരും അങ്ങനത്തെയൊക്കെ സാധ്യത തന്നെ ഒരു ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അവിടോട്ടുള്ള പൂജകളിലേക്കുള്ള അന്വേഷണമൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് പോയില്ലെങ്കിൽ ഇത് ഒന്നുമില്ലാത്ത രീതിയിൽ ഇത് വെറും സ്വർണം, ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ സ്വർണം മാത്രമാണ് അന്ന് 27 ലക്ഷം രൂപയേ ഉള്ളൂ. ഏകദേശം 1-2 കിലോ മോട്ടിച്ചാൽ പോലും 50 ലക്ഷം രൂപ, 10 വിവരൻ്റെ 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത്ര മഹത്തായ സ്വന്തം ഇരിക്കുന്ന കൊമ്പ് ആരെങ്കിലും മുറിക്കുമോ, അല്ലെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലൂ. അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും ഇതിനകത്തൊരു വിശ്വാസപരമായ കൊള്ളയാണ്. അതിനകത്ത് ഈ ചെമ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ചെമ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഈ നാഗേഷ് എന്ന് പറഞ്ഞ ഹൈദരാബാദുകാരനാണ്. ഈ നമ്മുടെ ധാരപാലക പാളി ഈ 39 ദിവസത്തെ ട്രാവലിനകത്ത് അവിടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വാതിൽ ഇളക്കുന്നതിന് മുമ്പ് അവിടുന്നാണ് ഈ ബാംഗ്ലൂരിൽ ഈ ഇളവള്ളി നന്ദൻ എന്ന് പറഞ്ഞ ആൾ ഈ കഥ ഉണ്ടാക്കിയിട്ട് ഈ 2 കഥ ഒരേ സമയം 2 കഥ അവർ ഉണ്ടാക്കുന്നത്. അവരുടെ ഇൻ്റർവ്യൂ നോക്കി നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ്. ഈ 2 കഥവും കൊണ്ട് ബാംഗ്ലൂർ വെച്ച് പണിതിട്ട് അവിടുന്ന് ഹൈദരാബാദ് പോയിട്ടാണ് അതിനകത്ത് ചെമ്പ് പൊതിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പം ആ ചെമ്പ് പണിക്കാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഈ ചെമ്പ് പണിക്കാരെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല. ആദ്യത്തെ നമ്മുടെ വിജിലൻസ് ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ വിജിലൻസിൻ്റെ ആ രീതിയിലുള്ള അന്വേഷണം, എങ്ങോട്ടാണ് ഇത് ട്രാവൽ ചെയ്ത്, എങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ നടന്നതെന്നുള്ള രീതിയിലുള്ള അന്വേഷണം കറക്റ്റായിട്ട് പോയിട്ടില്ല. ഇത് ജസ്റ്റ് റെക്കോർഡിക്കൽ എവിഡൻസ് എടുക്കാനും എങ്ങനെയുണ്ട്, മറ്റേ ദേവസ്വം ബോർഡ് അധികാരികളിൽ എന്തെങ്കിലും റെക്കോർഡ്സ് ഉണ്ടോ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാത്രമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിൻ്റെ റിയൽ ആയിട്ടുള്ള എക്സിക്യൂഷൻ എവിടെയാണ് നടന്നത്? ഈ പാളിയിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയത് ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അവിടെ ആദ്യം അവർ നിഷേധിക്കുമായിരുന്നു, അവർക്ക് അതിനുള്ള കഴിവില്ല, വേറൊരു ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നെയാണ് അത് ബോധ്യപ്പെടുകയും അവിടുന്ന് വന്നിട്ടുള്ള സ്വർണം വേർതിരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ VSSCയുടെ ആ റിസൾട്ട് വരുന്നതിനകത്ത് ചെമ്പുപാളികളുടെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വ്യത്യാസം അറിയാൻ പറ്റും. ഒരു കാലത്തും 2 സമയത്തെ ചെമ്പുപാളി ഒരേപോലെ അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ആകത്തില്ല. അതിപ്പോഴും അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ അന്വേഷണവും വന്നിട്ടില്ല. ഇപ്പോഴാണ് ജസ്റ്റ് അമ്പലം അടച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ ആ ഒരു പാളിയുടെ എന്താ പറഞ്ഞാൽ ആ ഒരു സാമ്പിൾ എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ രീതിയിൽ മൊത്തത്തിൽ ഒരുക്കുന്നതല്ല, ചെമ്പുപാളി മാത്രം. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളിൽ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കേസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഈ യഥാർത്ഥ ചെമ്പുപാളിയിലല്ല രണ്ടാമത് വന്ന പാളിക്കാരി അല്ലെ ആ 4 കിലോ വ്യത്യാസം വരത്തില്ല. ഇവിടുന്ന് പോയ പാളി തിരിച്ച് സ്മാർട്ട് ക്രിയേഷനിൽ ഹൈദരാബാദ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ 4 കിലോയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴേ അങ്ങനെ വരത്തുള്ളൂ, അല്ലാണ്ട് ഒരു കാര്യത്തിലും അങ്ങനെ 4 കിലോ കുറയത്തില്ല. അപ്പം അതൊക്കെ വളരെ വ്യക്തമാണ്. ഇതിനകത്ത് നമ്മൾ പണിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ വളരെ വ്യക്തമാണ് ഇതിനകത്ത് കൊള്ള നടന്നിട്ടുണ്ട്, പാളി മാറ്റിയിട്ടുണ്ടെന്നുള്ളത്. കാര്യം ഇത് ഇത്രയും തെളിവുകൾ മതി. പക്ഷേ ഇത് എങ്ങനെയോ അവർക്ക് അതിൻ്റെ ഒരു എവിഡൻസിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലോ ആദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യ റിപ്പോർട്ട് തന്നെ കൂടുതൽ സാങ്കേതികത്വം നിറഞ്ഞതാണ്. അതിൻ്റെ മൊഴികൾ എടുക്കുമ്പോൾ അതിൽ വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഇതിലെ ഭാഗങ്ങൾ പരിശോധനയ്ക്കായി കൊണ്ടുവരികയാണ്. 2 മാസമെങ്കിലും കുറഞ്ഞത് ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. എന്താണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം?